വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വ്രതശുദ്ധിയുടെ ഒരു മാസത്തെ പുണ്യത്തിന്റെ നിറവിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിൽ മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. തിരുവനന്തപുരം പാളയം സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാളയം ഇമാം പെരുന്നാൾ സന്ദേശം ആരംഭിച്ചത്. കേരള സ്റ്റോറി പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്നും രാജ്യത്ത് മുസ്ലിം വിരുദ്ധ അജണ്ടകൾ നടക്കുന്നതായും പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി വ്യക്തമാക്കി. അന്തർദേശീയ തലത്തിൽ സൈനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന വംശീയ അജണ്ട പോലെ തന്നെ രാജ്യത്തും മുസ്ലിം വിരുദ്ധവും വംശീയവുമായ അജണ്ടകളുമായി ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന ഈദ്ഗാഹിന് മൗലവി ബഷീർ മുഹിയുദ്ദീൻ നേതൃത്വം നൽകി. മലപ്പുറം ശാന്തപുരം അൽ ജാമിയ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി ടി ആരിഫ് അലി നേതൃത്വം നൽകി. നമ്മുടെ പൗരത്വം തന്നെ ഭീഷണിയിലാണ്. ഇന്ത്യയിൽ അഭിമാനമുള്ള പൗരന്മാരായി തീരുമോ, ജീവിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള സംശയം നമുക്കുണ്ട്. നമ്മുടെ ദീനിന്മേൽ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് നിരത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. തിരുവനന്തപുരം ഭീമാപള്ളിയിലെ ഈദ് നിസ്കാരത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് ജാമിയുൽ ഫുത്തൂഹിലെ പെരുന്നാൾ നിസ്കാരത്തിന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. പെരുന്നാൾ നന്മകൾ പരസ്പരം പകരാനുള്ള ദിനമാണെന്നും മദ്യപാനം പോലുള്ള സാമൂഹിക തിന്മകൾക്ക് ആഘോഷം വഴിമാറരുതെന്നും അദ്ദേഹം പെരുന്നാൾ ദിന സന്ദേശ പ്രഭാഷണത്തിൽ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.